കർത്താവ് നമ്മെ എല്ലാവരെയും ഈ രാത്രികാലം അനുഗ്രഹിക്കട്ടെ. ഈ ശനിയാഴ്ച അനുഗ്രഹിക്കപ്പെട്ട ഈ കൂടിയിലേക്ക് ദൈവസഭയായി നമ്മളെ കൊണ്ടുവന്ന് കടന്നുവന്ന എല്ലാ ദൈവമക്കളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന് മഹത്വം കരയേറ്റുകയും ചെയ്ത് പ്രത്യേകമുള്ള സ്നേഹവചനത്തെ അറിയിക്കുകയാണ്. ആമേൻ, സ്തോത്രം. നമ്മുടെ ഈ ശനിയാഴ്ച വൈകുന്നേരം ഈ പ്രാർത്ഥന നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ തുടർമാനമായി അതിൻ്റെ ബൈബിളിന്റെ തെളിവുകളും അതിന്റെ ചില ആലോചനകളും നമ്മൾ തുടർമാനമായിട്ട് ഇങ്ങനെ ധ്യാനിച്ചു വരികയാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളൊരു പഠനം, ധ്യാനം മാത്രമല്ല, നമ്മുടെ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ജീവിതങ്ങളെ ദൈവം നിറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. നീന്താൻ ആഗ്രഹിച്ച് പഠിക്കാൻ വേണ്ടി ഒരു വ്യക്തി കടന്നു വന്നാൽ നീന്തൽ പഠിപ്പിക്കുന്ന വ്യക്തി എന്ത് ചെയ്യും? അതിന്റെ ചില തിയറിറ്റിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അല്ലേ? വെള്ളത്തിൽ ചാടണം, കവന്ന് ചാടണം, ചാടിക്കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിക്കും. ആദ്യമൊക്കെ വെള്ളം കുടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടുന്നത്? വായ തുറക്കരുത്, വായ അടയ്ക്കണം. അതിനുശേഷം കൈകൾ രണ്ടും നമ്മളിപ്പോ ഇരിക്കുന്ന പോലെ ഇരിക്കണം. അങ്ങനാണോ? കൈകൾ രണ്ടും എന്ത് ചെയ്യണം? നീന്തൽ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൈയെ മുൻപോട്ട്, പുറകോട്ട്. ഒരു കൈ മുമ്പോട്ടാകുമ്പോൾ മറ്റേ കൈ നീന്തൽ അറിയാവുന്നവരുണ്ടോ ഇതിനകത്ത്? പ്രൈസ് ദി ലോർഡ്. കുഴപ്പം. പ്രൈസ് ദി ലോർഡ്. ഒരു കൈ മുമ്പോട്ടാകുമ്പോൾ വേറൊരു കൈ പുറകോട്ട്. അങ്ങനെ നമ്മൾ തിയറിറ്റിക്കൽ ക്ലാസ് ഇങ്ങനെ എടുക്കും പഠിപ്പിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ നീന്തൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? കേട്ടോണ്ടിരുന്നാ മതിയോ? സ്വോത്രം പോലും പറയത്തില്ല, ഹല്ലേലൂയ പോലും പറയില്ല. ദൈവസന്നിധി വരുന്ന നിമിഷം മുതൽ ആശീർവാദം വരെ നമ്മളെ ശ്രദ്ധിച്ച് ദൈവം നോക്കുക. വെള്ളത്തിലെ കിടക്കുന്നേ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്തോത്രം. നമ്മുടെ ശരീരങ്ങളെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുക. എല്ലാ ദൈവമക്കളെ, നീന്തണമെങ്കിൽ നമ്മുടെ അവയവങ്ങൾക്കും അതിൻ്റെതായ ചില സ്ഥാനങ്ങളുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടണം, ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടണം. ദൈവവചനത്തിന് നമ്മൾ അനുസരണം കാണിക്കണം. ഈ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഇങ്ങനെ അങ്ങ് പോവുകയായിരുന്നു. സ്തോത്രം. എന്നാൽ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ചില മാസങ്ങൾക്ക് മുമ്പ് ശക്തമായി പ്രേരണ തന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ താലന്തുകളും നമ്മുടെ സഹോദരങ്ങൾക്ക് ദൈവം ആ താലന്തുകൾ നൽകിയിട്ടുണ്ട്. ആ താലന്തുകൾ ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കണം. 5 പേരെ വന്നെങ്കിൽ 5 പേര് മതി, 10 പേരാണെങ്കിൽ 10 പേര് മതി. ഈ ശനിയാഴ്ച ദിവസം എന്റെ കാലയളവിൽ ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അത് തിയറി ക്ലാസ് മാത്രമല്ല, ജനത്തിന് അതിന് വേണ്ടുന്ന അവസരവും കൊടുത്ത് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തട്ടെ. അഭിഷേകത്തിന്റെ ഒരു നിറവിലേക്ക് അന്ത്യകാലത്ത് ദൈവം നമ്മളെ നടത്തിയില്ലെങ്കിൽ സ്തോത്രം, നമ്മളെ പലരും പട്ടുപോകുവാൻ തൊക്കൊണ്ടിടയാകും. ദൈവത്തിന്റെ വചനത്തിന്റെ ആ സത്യം, അത് സത്യമാണ്. അതൊന്നും വ്യാജമല്ല. ഒന്നും വ്യാജം ദൈവം എഴുത്തിന്റെ കാര്യത്തിൽ എഴുതി വെച്ചിട്ടില്ല. അത് നമ്മുടെ സഭയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ആത്മനിറവിൽ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം സഭയ്ക്കുള്ളിൽ നിന്നും എഴുന്നേൽപ്പിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ എങ്ങനെയോ ഒരു ചടങ്ങ് പോലെ 27 ദിവസവും നല്ല പ്രോഗ്രാമുകളുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ പ്രയോജനമില്ല. ഉള്ള പ്രോഗ്രാമുകൾ ആത്മനിറവിൽ, ശുശ്രൂഷയിൽ ആത്മാർത്ഥതയോടെ, സമർപ്പണത്തോടെ ജനം സഹകരിക്കുന്നുവെങ്കിൽ അത് നിമിത്തം നമുക്ക് പ്രയോജനമുണ്ടാകുവാൻ തക്കണമിടെ. എത്ര പേർക്ക് വിശ്വസിക്കുന്നു? ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് പാടും. പ്രൈസ് തൊണ്ട കീറി പാടും. ആമേൻ, ഹല്ലേലൂയ. ചിലര് പാടും, ചിലര് പാടാതിരിക്കും. ഞാൻ വിചാരിച്ചു അതല്ല. ഞാൻ വിനോദപരമായിട്ട് സംസാരിച്ചു, നമുക്ക് ഉപകരണം കൊണ്ടുവരണം. ഹല്ലേലൂയ. സഹോദരങ്ങൾക്ക് ഓരോരുത്തർക്ക് അവസരങ്ങൾ കൊടുക്കണം. അവർ മുമ്പിൽ വന്ന് പാടട്ടെ. എല്ലാവർക്കും പാട്ട് പാടാനുള്ള താരത്തില്ല. അത് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. നമുക്കെല്ലാം അത് സമ്മതിച്ചു. ഞാനിപ്പോ വിനോദനെ പോലെ പാടണമെന്ന് വെച്ചാൽ 21 ദിവസം ഉപദേശിച്ച ദൈവം ചെയ്യത്തില്ല. തരുമോ?
സ്പർദ്ധന ഇല്ല. ബിനോയ്പ്രദത്തിന് ദൈവം കൊടുത്ത കഴിവ് പാടാൻ അത് അഭിനോപ്രദത്തിന് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ദൈവം പാടാൻ ഒരു കഴിവ് തന്നിട്ടുണ്ട്, അതിന്റെ ലെവലിനപ്പുറം. ഹല്ലേലൂയ, എനിക്കത് പറയാൻ പറ്റില്ല. എനിക്ക് പക്ഷെ അത് താനെന്ത് വ്യാപാരം ചെയ്യാം. അതുകൊണ്ട് മൈക്രോഫോൺ പിടിക്കുന്നവർ പാടുന്നവരായിരിക്കണം. മൈക്രോഫോൺ പിടിക്കുന്നവർ ആമേൻ ഋതം ഇട്ട് കീബോർഡിൽ ഋതം ഇടുമ്പോൾ നമുക്കറിയാം അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. മാനുവലായിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരാൾ വെച്ച് സ്പീഡിൽ പാടിയാലും നമുക്ക് താളം അഡ്ജസ്റ്റ് ചെയ്യുക. കീബോർഡിനെ സംബന്ധിച്ചാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ്, താളം തെറ്റിപ്പോയാൽ പിന്നെ അത് താളത്തിലേക്ക് വരുത്താൻ ഭയങ്കര പാടാണ്. സ്തോത്രം വായിക്കുന്നവർ വയർത്തു പോകും. അപ്പോൾ താളത്തിനനുസരിച്ച് ലീഡ് ചെയ്യുവാനും പാടുവാനും എന്നാൽ അവൻ വലിയ പാട്ടുകാരായിരിക്കണമെന്നില്ല. ആ താലന്തുള്ള സഭകൾ ഇതിന്റെ നടുവിലുണ്ട്. നിങ്ങൾ ആരാധന ലീഡ് ചെയ്യണം. നമുക്ക് കൊയറുണ്ട്, ഫ്രൈഡേയിൽ കൊയറുണ്ട്, അവർ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എന്നാൽ മറ്റുള്ള സഹോദരങ്ങൾ കൂടെ ഇടദിവസ യോഗങ്ങളിൽ വ്യാഴം ശനി ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു വരണം. സഹോദരന്മാരെ സംബന്ധിച്ച് ഞാൻ ഒന്നേ പറയത്തുള്ളൂ ദൈവമക്കളെ. രണ്ടാമത് ഞാൻ ഒന്നും പറയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് എന്തെങ്കിലും പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ദൈവത്തിന്റെ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, നാശത്തിന് വേണ്ടിയല്ല. ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് എന്ത് ദൈവാത്മാവ് തരുന്നു അത് നാവിലൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരിക്കലും നിർബന്ധമല്ല. ഞാൻ പറയുന്നത് സഹോദരങ്ങൾ, നിങ്ങൾ മുമ്പോട്ട് വന്ന് പാടണം. ആരാധന നമ്മൾ ഒരുമിച്ച് ആരാധിക്കണം. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരങ്ങൾ വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്കണം. ഒരുപക്ഷെ അന്ന് നമ്മൾ പാട്ട് പാടുന്നില്ല, അന്യഭാഷകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അന്യഭാഷയോടാണ് പാട്ട് പാടി ആരാധിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ മലയാള വാക്ക് കാണില്ല. അന്യഭാഷകളിൽ നിറഞ്ഞാണ് ആരാധിക്കാൻ ദൈവം പ്രേരണ നൽകുന്നെങ്കിൽ നിന്ന് ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകം അവിടെ ഇറങ്ങുവാൻ തക്കണം ഇടയാകും. തീ അവിടെ കത്തുവാൻ തക്കണം ഇടയാകും. പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ തക്കണം ഇടയാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ട് പാടും. ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. ഇത് രണ്ടുമുണ്ട്. പക്ഷെ ദൈവമക്കളെ, ആത്മാവിന്റെ നിയന്ത്രണം വരുമ്പോൾ ആത്മനിറവിൽ പാടുവാനും ആത്മനിറവിൽ ആരാധിക്കുവാനും ദൈവത്തിന്റെ സഭ തയ്യാറാകട്ടെ. ഞാൻ പറയുന്നത് പോലെ നീന്തൽ പഠിക്കാനാണെങ്കിൽ നമ്മുടെ ശരീരം വിട്ടുകൊടുക്കണം. ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുവാൻ നാം വന്നുവെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ശരീരങ്ങൾ വിട്ടുകൊടുത്ത് ദൈവസന്നിധിയിൽ ആരാധിക്കണം. അല്ലെങ്കിൽ വേറെ ഒന്നും നമുക്ക് തോന്നുവാൻ പാടില്ല. എന്നെ ആരാണ്ട് ശ്രദ്ധിക്കുന്നെന്നോ, എന്നെ ആരാണ്ട് നോക്കിയിരിക്കുന്നോ ഒക്കെ പിശാച് പറയും. പക്ഷെ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങളെ ശ്രദ്ധിക്കുന്നത് ഉയരത്തിലെ ദൈവം മാത്രമേ ഉള്ളൂ. നിനക്ക് ആരോഗ്യം നൽകുന്ന, ആയുസ് നൽകുന്ന, നന്മ നൽകുന്ന, നല്ല ജോലി നൽകി നിന്നെ പോഷിപ്പിക്കുന്ന, സമാധാനമുള്ള ഒരു കുടുംബജീവിതം നൽകി തരുന്ന നിന്റെ ദൈവത്തിന് ആരാധന അർപ്പിക്കാനുള്ള സമയമാ. വേറെ ആരും നോക്കേണ്ട കാര്യമില്ല. നീ ദൈവസന്നിധിയിൽ ആരാധിച്ചോണം. സ്തോത്രം. കരങ്ങൾ അടിച്ച് ആദരങ്ങൾ തുറന്ന് ഈ ശനിയാഴ്ച പ്രത്യേകമായുള്ള ഈ ആരാധനയിൽ ദൈവമക്കൾ നിങ്ങളെ വിട്ടുകൊടുത്ത് ആരാധിക്കൂ. വചനം പറയുന്നത്, ദാഹിക്കുന്നവനെ എന്റെ കർത്താവ് തന്റെ ആത്മാവിനെ നിറയ്ക്കുവാൻ ശക്തനായ ദൈവമാണ്. ആത്മനിറവിൽ ആരാധിക്കുമ്പോൾ യൂട്യൂബ് സെർച്ച് ചെയ്യരുത്. അഭിഷേകം ഇല്ലാത്തവന്റെ ടീച്ചിങ് ക്ലാസ് ഒന്നും നമ്മൾ പോയി കേൾക്കരുത്. വീണുപോയവന്റെ ഉപദേശങ്ങളൊന്നും നമ്മൾ കേൾക്കരുത്. കാരണം അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ജനം അശ്രദ്ധയോടെ അതിവിധമൊക്കെ കേട്ടിട്ടിരുന്നാൽ, ഒരു സത്യം ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഈ പിശാചി ദൂത് കൊണ്ടുവന്നിടും. ഏത് ദൂത്? പരിശുദ്ധാത്മാവിനെതിരെ ക്ലാസ് എടുത്തവന്റെ ഉപദേശം കൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ കൊണ്ടുവന്ന് അവൻ തിരികെ കയറ്റും. ഉടനെ നമ്മുടെ ഏകാഗ്രത നഷ്ടമാകും. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, സഭയിൽ ഒരുവൻ സംസാരിക്കുന്നുവെങ്കിൽ അന്യഭാഷയെ സംസാരിക്കുന്ന ഒരുത്തൻ സംസാരിക്കട്ടെ, മറ്റൊരുത്തൻ പ്രവചിക്കട്ടെ. അപ്പൊ ഇതിന്റെ സാഹചര്യങ്ങളൊന്നും അറിയാത്തൊരു ദൈവജനാണെങ്കിൽ കൃത്യം ആ വാക്യം പിശാച് കൊണ്ട് ഉള്ളിലിടും. ദൈവത്തിന്റെ വചനം അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പൊ നമുക്ക് ആത്മാവിൽ ആരാധിക്കണ്ട, അഭിഷേകത്തിൽ ആരാധിക്കണ്ട. എന്നാൽ ആ അധ്യായത്തിന്റെ സാഹചര്യം അറിയുമ്പോൾ നമുക്ക് അത് വീണ്ടും ദൈവങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ആണല്ലോ നമ്മൾ പഠിച്ചു വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ സംശയ നിവാരണങ്ങൾ നമുക്ക് വചനത്തിലൂടെ കണ്ടെത്താം. അഭിഷേകത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ദാഹമുള്ള ഒരു കൂട്ടമായി
ദൈവത്തിന്റെ സഭയെ, ദൈവമക്കളെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരാം. പ്രത്യേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ശക്തമായി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. യൗവനക്കാർക്ക് വേണ്ടി ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കാം. പാപത്തിന്റെ വഴികൾ തുറന്നിട്ട് പാപത്തിലേക്ക് നമ്മുടെ യൗവന തലമുറയെ ആകർഷിക്കുന്ന ലോകത്തിന്റെ നടുവിൽ ഇവരെ നമ്മൾ ഇറക്കി വിടുന്നതിന് മുമ്പ്, കൂട്ടിൽ നിന്നും ഇറക്കി വിടുന്നതിന് മുമ്പ്, ആത്മാവിന്റെ നിയന്ത്രണത്തിലും ആത്മാവിന്റെ അഭിഷേകത്തിലും ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പറഞ്ഞയക്കാമെങ്കിൽ നമുക്ക് ഒരിക്കലും ഉറക്കം കെടേണ്ടി വരില്ല. ഒരിക്കലും നിരാശയുടെ വാർത്ത നമുക്ക് കേൾക്കുവാൻ ഇടവരില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടും, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും, അവർ ദൈവത്താൽ ഉയർച്ച പ്രാപിക്കുവാൻ തക്കമിടയായി തീരും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമുക്ക് ശക്തമായി അതിനുവേണ്ടി ഒരുങ്ങാൻ ദൈവമക്കളെ. ബുദ്ധി കൊണ്ടല്ലാതെ ആത്മാവ് കൊണ്ട് ആരാധിക്കുവാനും ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുവാനും ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുവാനും നമ്മൾ ഒരുമിച്ച് സമർപ്പിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് അതിന്റെ നടുവിൽ വലിയ ചെയ്യുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. മുഖവരെയാ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അവൻ നീന്തുന്ന ഒരു വിദ്യാർത്ഥി ഗുരു പറഞ്ഞു കൊടുക്കുന്ന തിയറി അതേപോലെ അനുസരിക്കുമ്പോൾ അവന്റെ കരങ്ങളും കാലുകളും അവന്റെ ശരീരവും അവന്റെ സകല ഇച്ഛകളും ഏകാഗ്രമാകുമ്പോൾ, പ്രവർത്തന നിരതമാകുമ്പോൾ മാത്രമേ അവന് എത്ര ആഴമുള്ള കയമാണെങ്കിലും ആഴമുള്ള കിണറാണെങ്കിലും കുളമാണെങ്കിലും അവൻ ഉയർന്ന് നീന്തി നിൽക്കുവാൻ അവൻ കഴിയുള്ളൂ. കാരണം എന്ത്? അവന്റെ ശരീരം അതിനുവേണ്ടി അവൻ വിട്ടുകൊടുക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അപ്പൊ കാരണം ഇങ്ങനെ സ്പീഡിൽ അടിച്ചെങ്കിലേ ആത്മാവ് വരുന്നൊന്നും ഞാൻ ഉപദേശിക്കത്തില്ല. അവൻ ചിലപ്പോൾ നീ ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ ഇടപെടും. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോകും. നിന്റെ കണ്ണ് നിറഞ്ഞൊഴുകും. ഹല്ലേലൂയ. ഒരു ഭയങ്കര ശരീരത്തിൽ ഒരു കാറ്റുപോലോ ചൂടുപോലോ ഒരു പ്രത്യേക അനുഭവം നിനക്കുണ്ടാകും. ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു പോകുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയ. ചിലപ്പോൾ കരമടിക്കുന്നുവെങ്കിൽ നമുക്കറിയാം, ഹല്ലേലൂയ, ജഡം കൊണ്ട് അടിച്ചാൽ കുറച്ച് ഇങ്ങോട്ട് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ചെവിക്ക് കൈ അടയ്ക്കും. പക്ഷെ ആത്മാവിൽ നിറഞ്ഞ നമ്മൾ ശരീരം വിട്ടുകൊടുത്ത് ആരാധിക്കുമ്പോൾ, ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ ഈ കരമടിക്കുന്നത് പോലും നമ്മൾ അറിയില്ല. സ്തോത്രം. മുട്ടുമേ നിന്നായിരിക്കും ആരാധിക്കുന്നത്. ഏകാഗ്രതയ്ക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുട്ടുമേ നിന്ന് ആരാധിക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ ജഡത്തിലാ മുട്ടുമേ നിൽക്കുന്നതെങ്കിൽ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ മുട്ട് വേദനിക്കാൻ തുടങ്ങും, കാല് പെരുക്കുവാൻ തുടങ്ങും. പക്ഷെ ആത്മാവിൽ നമ്മളായിത്തീരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വേദനകളൊന്നും അറിയാതെ, ഈ വചനത്തിൽ പറയുന്നത് പോലെ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അവൻ നമ്മളല്ല സംസാരിക്കുന്നത്, നമ്മുടെ കാണാതെ പഠിച്ച ഏതെങ്കിലും ഒരു ഭാഷയല്ല നമ്മൾ ഹല്ലേലൂയ പറയുന്നത്. ഹല്ലേലൂയ. ഒരു പക്ഷെ നമുക്കറിയാത്ത ചില ഭാഷകളായിരിക്കും നമ്മുടെ നാവിന്മേൽ ഉച്ചരിക്കുന്നത്. പക്ഷേ അത് ദൈവം മനസ്സിലാക്കും. വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ ഇടത്തും വലത്തും ഇരിക്കുന്നവനോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യരാരും അത് തിരിച്ചറിയുന്നില്ല താനും. പക്ഷേ നമ്മൾക്കത് അറിയത്തില്ലെങ്കിലും ഇന്നലത്തെ IPC കൺവെൻഷന്റെ പ്രധാന വിഷയം വചനത്തിന്റെ ശക്തി എന്നുള്ളതാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. ദൈവത്തിന്റെ സഭയിൽ ദൈവം ആത്മാവിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പുനലൂർ ജനറൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ആ യൂട്യൂബിൽ നിങ്ങൾ ആ ശുശ്രൂഷകളൊക്കെ ഒന്ന് കാണണം. സഭകളെ ദൈവം ഉണർത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ശക്തമായ പ്രവചനദൂത് പോലെ ദൈവത്തിന്റെ ദാസന്മാർ സഭയെ ഉത്ബോധിപ്പിക്കുന്നു. ഒന്ന്, രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഒന്ന്, കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. രണ്ട്, എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കരുത്. നമ്മൾ ഒഴിഞ്ഞിരുന്നാൽ ദൈവത്തിനൊരു നഷ്ടമില്ല, പക്ഷെ നഷ്ടപ്പെടുന്നത് നമുക്കായിരിക്കും. നഷ്ടപ്പെടുന്നത് നമ്മുടെ തലമുറകളായിരിക്കുമെന്ന്. ഹല്ലേലൂയ. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ സഭകളിൽ പോലും ഹല്ലേലൂയ പലപ്പോഴും ഉളവായി വരുന്നത്. തലമുറകളിൽ കുറിച്ചുള്ള കേൾവികൾ കേൾക്കുന്നത്. ഇതിന്റെ നടുവിൽ എന്റെ ദൈവത്തിന്റെ മക്കളെ, ഈ കുഞ്ഞുങ്ങളെ ദൈവാത്മാവിന് വേണ്ടി വിട്ടുകൂടെ. ആത്മനിറവിൽ അവർ ആരാധിക്കട്ടെ.
ആത്മനിറവിൽ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനം പറയുന്ന പോലെ ഒരു കുതിരയെ കടിഞ്ഞാട് കൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ അവൻ ഒരു കഴുതയെ മുഖപ്പെട്ട നമുക്കറിയാം കഴുത ഇങ്ങനെ നയിക്കുന്നവർ ഈ കണ്ണിന്റെ പുറകിലാണ് ഇങ്ങനെ ഒന്ന് കെട്ടും, കുതിരയുടെയും ഇങ്ങനെ കെട്ടാറുണ്ട്. കുതിരയ്ക്ക് പിന്നെ ഒരു മുഖവേദം കൂടി ഇടും, കടിഞ്ഞാണെന്നാ പറയുന്നത്. എന്തിനു വേണ്ടിയാ ഇത്? നിനക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ ചാടുകയോ തുള്ളുവോ എന്തോ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കുതിരയെ നിന്നെ നയിക്കുന്ന ഒരു യജമാനൻ നിന്റെ മേഖലയിലുള്ള കാലത്തോളം നിനക്ക് തോന്നുന്നത് പോലെ ചാടാൻ പറ്റില്ല, നിനക്ക് പോകുന്നത് പോലെ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാൻ പറ്റില്ല. നിന്നെ നിയന്ത്രിക്കുന്ന ഒരു യജമാനൻ അവന്റെ കയ്യിൽ ഒരു കടിഞ്ഞാൻ വെച്ചിട്ടുണ്ട്. ആകാത്ത ഇടത്തേക്ക് നീ തിരിയുമ്പോഴുണ്ടല്ലോ ആ കടിഞ്ഞാൻ വെട്ടിച്ചൊരു പിടിപിടിക്കും. ഈ മൂക്കിന്റെ അസ്ഥിയുടെ ഇടയെ കിടിച്ചിട്ടിരിക്കുന്ന കയറ് ആ അസ്ഥിയിലൊന്ന് അറിയുമ്പോൾ വേദനയ്ക്കും. ഈ വേദന നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല, നിന്നെ നിയന്ത്രിക്കുന്ന യജമാനൻ പോകേണ്ടുന്ന നേരെയുള്ള പാതയിലൂടെ നിന്നെ നടത്തേണ്ടതിന് അവൻ കടിഞ്ഞാൻ ആഞ്ഞു വലിക്കുക. എത്ര പേര് അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും? ദൈവമക്കളെ, തോന്നുന്നത് പോലെ നമുക്ക് പോകുവാൻ അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് മനുഷ്യൻ കാണാതെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ കുവൈറ്റിൽ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. പച്ചയ്ക്ക് വചനം ഇങ്ങനെ പ്രസംഗിക്കുകയും പച്ചയ്ക്ക് പാപം ചെയ്യുവാനുള്ള സാഹചര്യം ഈ കുവൈറ്റിൽ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, നമ്മുടെ കുടുംബങ്ങൾക്കുണ്ട്, നമ്മുടെ തലമുറകൾക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ട് വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നു? എന്തുകൊണ്ട് പാപത്തിലേക്ക് പോകാതെ, അശ്ലീല സാഹിത്യങ്ങളിലേക്ക് പോകാതെ, എന്തുകൊണ്ട് തെറ്റായ വഴികളിലേക്ക് പോകാതെ ഇന്ന് രാത്രിയിലും വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ വചനം പിടിച്ച് പ്രസംഗിക്കുന്നെന്ന് അറിയാമോ? ഒരു കടിഞ്ഞാണുണ്ട്. ദൈവത്തിന്റെ ആത്മാവാകുന്ന കടിഞ്ഞാനുള്ള കാലത്തോളം നിനക്ക് പാപത്തിലേക്ക് പോകുവാൻ, വശംവതയാകുവാൻ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും പോകത്തില്ല. പോകുമ്പോൾ ഉടനെ പറയും, പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് കടിഞ്ഞാൻ കുതിരയെ വലിക്കുന്ന യജമാനനെ പോലെ ഇങ്ങനെ പറയും, അരുത് അരുത്, ഇടത്തോട്ട് നീ പോകരുത്, വലത്തോട്ട് നീ പോകരുത്, നീ അങ്ങനെ സംസാരിക്കരുത്. നീ ദൈവത്തിന്റെ പൈതല, ദൈവത്തിന്റെ ആത്മാവിനെ മുദ്രയിടപ്പെട്ടവന്, മുദ്ര വേർതിരിവിനെയാ കാണിക്കുന്നത്, മുദ്ര വേർപാടിനെയാ കാണിക്കുന്നത്. ലോക മനുഷ്യനെ പോലെ നിനക്കൊന്നും സംസാരിക്കുവാൻ കഴിയില്ല പൈതലെ. നിന്നെ ഞാൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുകയാ. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരുവനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. ഈ കടിഞ്ഞാണില്ലാത്തതാണ് കുഴപ്പം. ഈ പരിശുദ്ധാത്മാവിന്റെ ആ നിയന്ത്രണം ഇല്ലാത്തതാണ് ദൈവമക്കളെ കുഴപ്പം. ഈ പരിശുദ്ധാത്മാവിനുള്ള ഒരു ജ്ഞാനം നമ്മൾ പ്രാപിക്കണം. സ്തോത്രം. MA PhD ആയിരിക്കാം, പക്ഷേ ആത്മാവിന്റെ ജ്ഞാനം വേണമെന്നില്ല. ആത്മാവിന്റെ ജ്ഞാനം വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരുപാട് അറിവുള്ളവർ എത്രയോ അബദ്ധങ്ങൾ കാണിക്കുന്നു, എത്രയോ കുടുക്കുകളിൽ പെട്ടുപോകുന്നു, എത്രയോ കണികളിൽ പെട്ടുപോകുന്നു. അല്ലെങ്കിൽ ഡോക്ടറേറ്റിന്റെ കുറവല്ല, മാസ്റ്റർ ഡിഗ്രിയുടെ കുറവല്ല, ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ജ്ഞാനത്തിന് വേണ്ടി അവൻ കാത്തിരിക്കാത്തിടത്തോളം കാലം, ദൈവത്തോട് ആ ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കാത്തിടത്തോളം കാലം, ഹല്ലേലൂയ, ലോകത്തിലെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് ഒരു കാര്യവുമില്ല. ശത്രുവായവൻ ഹല്ലേലൂയ പല കുടുക്കുകളിലും പല കണികളിലും ഹല്ലേലൂയ പല പാപബന്ധനങ്ങളിലും നമ്മളെ കൊണ്ടിട്ട് തകർത്ത് കളയുവാൻ തൊക്കണം ഇടയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചോദിക്കേണ്ടത് സഭയെ നമുക്ക് ചോദിക്കണം. ഉപദേശിയാകുന്ന ജ്ഞാനം ചോദിക്കുക. കർത്താവേ, നിന്റെ ജ്ഞാനം എന്റെ മേലൊന്ന് പകരണമേ. ദൈവത്തിന്റെ ആത്മാവിന്റെ ജ്ഞാനം എന്റെ മേലൊന്ന് പകരണമേ. ഒരു കുറുവാക്യം നമുക്ക് അതിനെ ആസ്പദമാക്കി ആരെങ്കിലും ഒന്ന് വായിക്കുക. സ്തോത്രം. നമ്മൾ വായിച്ച് കേട്ടതാണെങ്കിലും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. Ephesians chapter 1 verses 15 onwards. ദയവായി ഒന്ന് വായിച്ചാട്ടെ. നമ്മൾ വായിച്ചതാണെങ്കിലും സന്ദർഭയോജിതമായിട്ട് നമുക്കൊന്ന് വായിക്കാം. 1-15 മുതൽ. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ടെ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായത് നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും. ആദ്യത്തെ ഭാഗം നമ്മൾ 2 ആഴ്ച നമ്മൾ ധ്യാനിച്ചതാണ്. എഫേസ്യ സഭയെ കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ ചെയ്യുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ആ അപ്പോസ്തലൻ ദൈവസഭയെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? 2-ാമത്തെ ഭാഗം ഒന്നും കൂടെ വായിച്ചാട്ട്.
അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട്. ആമേൻ. അടുത്തത്, എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ. പ്രാർത്ഥനയിൽ നിങ്ങളെ കുറിച്ച് ഓർത്തും കൊണ്ട്. സ്തോത്രം. പ്രൈസലോ. അപ്പോൾ ഒന്ന്, ഇവരെ കുറിച്ച് ഓർത്ത് പൗലോസ് എന്ത് ചെയ്യുകയാണ്? സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസലോ. അവരെ കുറിച്ച് ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യുക. അതല്ല നമ്മൾ വിവരിച്ചത്. നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് സ്തോത്രം ചെയ്യണം. എത്രയോ മുടിയൻ പുത്രന്മാർ നിമിത്തം മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരുത്തൻ ജനിക്കാതിരുന്നെങ്കിൽ, കുടുംബത്തിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുവാൻ ഇങ്ങനെ ഒരുത്തൻ ഉണ്ടാകാതിരുന്നെങ്കിൽ, എത്രയോ തലമുറകളെ കുറിച്ച് ജന്മം കൊടുത്ത മാതാക്കൾ നെഞ്ചത്തടിച്ചു നിലവിളിക്കുമ്പോൾ നമ്മളെ കുറിച്ച് ഓർക്കുന്ന പപ്പയും മമ്മിയും, നമ്മളെ കുറിച്ച് ഓർക്കുന്ന നമ്മുടെ അങ്കിളുമാരും, നമ്മുടെ പ്രിയമുള്ളവരും നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ, നമ്മുടെ നടത്തിപ്പുകാര്, നമ്മളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവര്, നമ്മുടെ കുടുംബത്തിലുള്ളതായ മൂപ്പന്മാര്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ എത്ര പേര് ധൈര്യത്തോടെ സ്തോത്രം ചെയ്യും? നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ പ്രിയമുള്ളവർ സ്തോത്രം ചെയ്യണം. രണ്ടാമത് പറയുന്നത്, നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യുക മാത്രമല്ല, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് ദൈവമക്കളെ. സ്തോത്രം. ഈ പ്രാർത്ഥിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ നമ്മളത് വായിച്ചതാണ് അല്ലേ? നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർ ഞരങ്ങി പ്രാർത്ഥിക്കാനിട വരരുത്. ആ വാക്യം ഞാൻ അത് വായിപ്പിക്കുന്നില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദോഷവും ചെയ്യരുത്. അപ്പൊ അതിനൊന്ന് എടുത്ത് വായിച്ചത്, അറിഞ്ഞുകൊണ്ട് നമ്മൾ ആർക്കും ഒരു ദോഷം ചെയ്യരുത്. കാരണം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കാര്യമൊക്കെ ശരിയാ. ചിലപ്പോൾ ആത്മനിർഭം കാണും, ചിലപ്പോൾ വചനം പറയുവാനുള്ള കഴിവും കാണും. പക്ഷേ അറിഞ്ഞുകൊണ്ടൊരു ഹൃദയത്തെ നാം വേദനിപ്പിച്ചാണ്ടല്ലോ, എന്റെ ദൈവം അത് കണക്കിടുക. ഇന്ന് നമ്മൾ നിൽക്കുന്ന കാര്യം കൃപായുധം ആയതുകൊണ്ടാണ്. മടങ്ങി വരും എന്ന് ദൈവം നോക്കി കാത്തിരിക്കുകയാണ്. 2017 നമുക്കൊരു തീരുമാനം എടുക്കാമോ ദൈവമക്കളെ? സ്തോത്രം. ഒരു വീഴ്ച പറ്റിയാൽ ഹല്ലേലൂയ ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ പ്രചരിപ്പിച്ച് ഇവർക്ക് എന്തോ ശിക്ഷാവിധിയാ ദൈവം നൽകാൻ പോകുന്നേ. ആ വീഴ്ച വന്നത് നാളെ നിന്റെ തലമുറ വരത്തില്ലെന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? എന്റെ തലമുറ വരത്തില്ലെന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? മറ്റുള്ളവരെ കുറിച്ചുള്ള ഈ കളവും വ്യാജവും ഒരുപക്ഷെ വീഴ്ച സംഭവിച്ചെങ്കിലും ആ വീഴ്ച എന്തിനാ നമ്മളിങ്ങനെ പ്രചരിപ്പിക്കുന്നത്? ഇതുകൊണ്ട് വല്ല ഗുണവും ആത്മീയമായി നമുക്കുണ്ടോ? നമ്മൾ എവിടേക്ക് പോകാനുള്ളവരാ? സ്തോത്രം. സമ്മർദ്ദവശാൽ പറയുക, ക്ഷമിക്കണം, നമ്മൾ എവിടേക്ക് പോകാനുള്ളവരാ? സ്തോത്രം. നമുക്ക് മേപ്പോട്ട് പോകണ്ടേ? ഈ ഭൂമിയിൽ നാം ഉണ്ടാക്കുന്ന ഒന്നും ഒരൊറ്റ കൂട്ടുകാർ വരുമോ? നമ്മുടെ കൂടെ ശയിക്കുന്ന നമ്മുടെ ഭാര്യ വരുമോ? മരണശേഷം നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ വരുമോ? ഇന്ന് നമുക്ക് താങ്ങും തണലുമായിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ മരണത്തിനപ്പുറം നമ്മുടെ കൂടെ വരുമോ? സ്തോത്രം. നമ്മുടെ സമ്പത്ത് നമ്മുടെ കൂടെ വരുമോ ദൈവമക്കളെ? ആരും വരില്ല. സ്തോത്രം. മരിച്ചു കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോൾ നിന്റെ സൗന്ദര്യമുള്ള ശരീരം വീർക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പിന്നെ 24 മണിക്കൂർ കഴിയുമ്പോഴുണ്ടല്ലോ ദൈവമക്കളെ, ഹല്ലേലൂയ, എത്ര സെന്റടിച്ച് വേർപ്പിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് ജീവനോടെ ആയിരുന്നപ്പോൾ. പക്ഷെ മരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഹല്ലേലൂയ, എത്ര സ്വന്തക്കാര് സെന്റടിച്ചാലും സ്പ്രേ അടിച്ചാലും ഹല്ലേലൂയ ഇച്ചിരി കഴിയുമ്പോൾ അവര് പറയും, ഹല്ലേലൂയ, ഇതിനെ കൊണ്ട് കുഴിച്ചിട്, നിനക്ക് അപ്പം വായി വെച്ച് തന്നതാ, വെള്ളം വായിൽ ഒഴിച്ചു തന്നതാ, നിന്നെ ഉടുപ്പിച്ചതാ, നിന്നെ കുളിപ്പിച്ചതാ, നിനക്ക് വേണ്ടത് എല്ലാം സപ്പോർട്ട് ചെയ്തതാ, എല്ലാ പാപം ചെയ്യുവാൻ നിനക്ക് നല്ല പ്രോത്സാഹനം തന്നവരാ, നല്ല കൂട്ടുകൂടി ഈ ലോകപ്രകാരം സന്തോഷിച്ചതാ. പക്ഷെ മരണം വന്ന് നിന്റെ ജീവനെ മാറ്റി കഴിയുമ്പോൾ, മണിക്കൂറുകൾ കഴിയുമ്പോൾ ലോകത്തിന്റെ സ്നേഹബന്ധങ്ങളെല്ലാം ഹല്ലേലൂയ നിന്റെ ജഡത്തെ നോക്കി ഇങ്ങനെ പറയും, ഇനി വേണ്ട, 24 മണിക്കൂർ കഴിഞ്ഞു, അവൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണെങ്കിലും അവൻ ദുർഗന്ധം വമിക്കുന്നു, എനിക്കത് സഹിക്കാൻ വയ്യ. നല്ല സൗന്ദര്യമുള്ള ശരീരമായിരുന്നു, അത് ബലൂൺ പോലെ വീർക്കുവാൻ തുടങ്ങി. നല്ല സൗന്ദര്യമുള്ള പട്ടു വസ്ത്രം അണിയിപ്പിച്ചത്
ബട്ടൺ ചൂടാന്ന പൊട്ടാൻ തുടങ്ങുന്നു, തയ്യല് പൊട്ടാൻ തുടങ്ങുന്നു, വയറ് വീർക്കുന്നു, ശരീരം വിയർക്കുന്നു, ഹല്ലേലൂയ, കണ്ണു വിയർക്കുന്നു, സൗന്ദര്യം പോയി, ആമേൻ, ദുർഗന്ധം വമിക്കുന്നു. കുറച്ചും കൂടെ കഴിയുമ്പോൾ, മൂന്നാമത്തെ ദിവസമാകുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, നീ മോടി പിടിപ്പിച്ച നിന്റെ ശരീരമുണ്ടല്ലോ, അതിലൂടെ പുഴു കടന്നു വരും. പിന്നെ ഒരൊറ്റ ബന്ധുക്കളും സൂക്ഷിക്കത്തില്ല. ദുർഗന്ധം നാട്ടിൽ പരന്നു കഴിഞ്ഞാൽ പഞ്ചായത്തുകാരെങ്കിലും അത് വലിച്ച് കുഴിക്കകത്തിട്ട് മൂടിക്കളയും. പലപ്പോഴും ഞാൻ എന്നെ ചിന്തിപ്പിച്ച ഒരു ചിത്രമുണ്ട്. കൊട്ടാരത്തിന്റെ മുൻപിൽ ഒരു ശവക്കുഴി, ടാർപ്പ കൊണ്ട് കെട്ടിയ ഒരു കുടിലിന്റെ മുമ്പിൽ ഒരു ശവക്കുഴി. കൊട്ടാരത്തിലെ തനിയനെയും ഈ ശവക്കുഴിയിൽ കൊണ്ട് വലിച്ചിടുന്നു, കുടിലിൽ കിടന്ന സാധുവിനെയും ആ കുഴിയിൽ കൊണ്ട് വലിച്ചിടുന്നു. അവസാനം ഒരു അടിക്കുറപ്പ്, മനുഷ്യ, നീ എത്ര ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ മക്കളെ, സ്തോത്രം, നമുക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവമേ, ആത്മാവിന്റെ ജ്ഞാനം എനിക്ക് തരണമേ, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം തന്നു കഴിഞ്ഞാൽ നീ 3ാം ക്ലാസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ സ്കൂളിൽ പോകാൻ നിനക്ക് കഴിവില്ലെന്നിരിക്കാം. പക്ഷെ പത്രോസേ, ശിമോനെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇനി നീ മത്സ്യത്തെ പിടിക്കുന്നവനല്ല, ഇതുവരെ നീ മുക്കുവനായിരുന്നു, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നുള്ള ഒരു അപ്ഗ്രേഡ് എന്റെ യേശു തമ്പുരാൻ അവന് കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ, ഹല്ലേലൂയ, അവന്റെ പടകും അവന്റെ വലയും വിട്ട് അവൻ നാളിയ ശരീരത്തോടെ എല്ലോ കടൽ വെള്ളത്തിൽ കഴുകിയോ എന്നോ നമുക്കറിയില്ല. പക്ഷെ വിളി കേട്ട ഉടനെ അവൻ വീട്ടിൽ പോയി ഭാര്യയോട് ചോദിച്ചില്ല, അവന്റെ അമ്മയോട് ചോദിച്ചില്ല, രക്തബന്ധങ്ങളോടൊന്നും ചോദിച്ചില്ല. ഒരു കാര്യം അവന് മനസ്സിലായി, അവൻ ഒഴിഞ്ഞ പടകിനെ നിറഞ്ഞ പടകാക്കിയ ഈ ഗുരുനാഥന്റെ വിളി കേട്ടവൻ തിരിച്ചാൽ എന്റെ വിദ്യാഭ്യാസം എനിക്കൊരു പ്രശ്നമല്ല, എന്റെ കുടുംബമഹിമ എനിക്കൊരു പ്രശ്നമല്ല, എന്റെ താലന്തുകൾ എനിക്കൊരു പ്രശ്നമല്ല. അരുമനാഥന്റെ വിളി കേട്ടവൻ തിരിച്ചാൽ അവൻ ഉയർന്നൊരു പദവിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിനനുസരണം കാണിച്ചാൽ എന്റെ സ്ഥിതിക്ക് വ്യത്യാസം അവൻ വരുത്തും, എന്റെ ചിന്താ മണ്ഡലത്തിന് വ്യത്യാസം അവൻ വരുത്തും, എന്റെ ശുശ്രൂഷയ്ക്ക് വ്യത്യാസം അവൻ വരുത്തും. ഹല്ലേലൂയ. ഇതുവരെ എനിക്കുള്ള അറിവെന്ന് പറയുന്നത് ഗലീല കടലിന്റെ ആഴം എത്രയാണെന്ന് ഒരുപക്ഷെ എനിക്കറിയാം. ഗലീല കടലിൽ ആകാശം ചുവന്നു കണ്ടാലോ കാർമേഘത്തിൽ മൂടിക്കണ്ടാലോ ഈ ഗലീല കടലിന്റെ ഏത് ഭാഗത്ത് മത്സ്യത്തിന്റെ കൂട്ടം നീന്തി നടക്കുന്നു എന്ന് എനിക്കറിയാം. ഒത്തിരി അറിവുകൾ എനിക്ക് കടലിനെ കുറിച്ചുണ്ട്. ആമേ, ഒരു പടകിൽ കയറിയാൽ തുഴയെറിഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് നാമെ ആ താല്യ വള്ളത്തെ നാമെ നയിക്കാൻ എനിക്ക് അറിവുണ്ട്. ഹല്ലേലൂയ. എനിക്ക് കുടുംബജീവിതം നയിക്കാൻ അറിയാം, എനിക്ക് തലമുറകൾ കാണും, എല്ലാ അറിവുകളും ഉണ്ടെങ്കിലും ഹല്ലേലൂയ, കടലിനകത്തും കുടിലിനകത്തും ഒതുങ്ങിയ മുക്കുവ കുടിലിനും ഒതുങ്ങിയ പാണ്ഡിത്യവും പാരമ്പര്യവും അറിവും വിദ്യാഭ്യാസമേ ശിമോന് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ദൈവത്തിന്റെ വിളിക്ക് അനുസരണം കാണിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: അവന്റെ ബുദ്ധിക്ക് ദൈവം വ്യത്യാസം വരുത്തി, അവന്റെ സാഹചര്യങ്ങൾക്ക് ദൈവം വ്യത്യാസം വരുത്തി. ഹല്ലേലൂയ. ഇതുവരെ അവന്റെ അറിവിൽ അവൻ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരൊറ്റ രോഗബന്ധനങ്ങളും അവന്റെ വാക്കിന്റെ മുമ്പിൽ അടിഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ. ഒറ്റ പൈശാചിക ബന്ധനത്തിൽപ്പെട്ടവർക്കും വിടുതൽ സംഭവിച്ചിട്ടില്ല. അവൻ മുക്കുവനായിരുന്നപ്പോൾ അവൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ മുക്കുവന്റെ നാവിൽ നിന്നും വരുന്ന അവൻ ഭാഷകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളും കേട്ടിട്ടുണ്ട്. ഇതിനപ്പുറം സംസ്കാരത്തിന്റെ ഒരു വാക്ക് പോലും പറയുവാൻ ഹല്ലേലൂയ മുക്കുവൻ അറിയില്ല. അവന്റെ വായിൽ നിന്നും ജ്ഞാനത്തിന്റെ ഒരു വാക്ക് പോലും വരില്ല. പക്ഷേ എന്റെ യേശുവിന്റെ വിളിക്ക് അനുസരണം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവന് കാണിക്കുവാൻ SSLC സർട്ടിഫിക്കറ്റ് ഇല്ല, അവന് കാണിക്കുവാൻ BTH തിയോളജിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ല, അവനെ കാണിക്കുവാൻ ഈ ലോകത്തിലെ ഒരു സർട്ടിഫിക്കറ്റ്സും ഇല്ല. പക്ഷെ യേശു പറഞ്ഞു, നീ എന്റെ വിളിക്ക് അനുസരണം കാണിച്ചത് കൊണ്ട് നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ദൈവിക ഞാൻ ചോദിക്കൂ, ഈ മക്കളെ, ഈ ഉള്ളവൻ, ഈ എളിയവൻ, ഒന്നുമല്ലാത്തവൻ,
ഇന്ന് ശുശ്രൂഷയുടെ 20 വർഷം കഴിഞ്ഞും നിൽക്കുവാൻ കാരണം ഹല്ലേലൂയ എനിക്ക് എന്റെ ദൈവം നൽകുന്ന ജ്ഞാനം മാത്രമാണ്. സ്തോത്രം. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കത്തേ ഉള്ളൂ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കും, ദൈവവചനം ധ്യാനിക്കും, പക്ഷെ നിൽക്കത്തേ ഉള്ളൂ. കർത്താവ് എന്തെങ്കിലും നാവിൽ തരുന്നതാ ഞാൻ വിളിച്ചു പറയുന്നത്. അവൻ കാണാപ്പാടം പ്രസംഗം എഴുതാൻ തുടങ്ങിയ നിങ്ങൾക്കറിയാം, 1.5 വർഷം കൊണ്ട് എന്റെ പാഴ്സനേജിന്റെ അലമാരികൾ മൊത്തവും പ്രസംഗം കൊണ്ട് നിറഞ്ഞേനെ. പക്ഷെ കാണാപ്പാടം ഒന്നും പറയാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ എനിക്കൊരു അനുഭവ സാക്ഷ്യം പറയുന്നു. എനിക്കൊരു ശ്രേഷ്ഠതയുമില്ല, ഒരു ഉന്നതന്മാരുമായിട്ടും എനിക്ക് ഒരു യാതൊരു കൂട്ടായ്മയും ഇല്ല ദൈവമക്കളെ. അവൻ എന്റെ കൂടെ ഉള്ള പാസ്റ്റർമാര് അവൻ സഹകരിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, എനിക്കറിയാം നിസ്സാരന്മാരായ ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറഞ്ഞ ലോകത്തിന്റെ മുമ്പിലോ സഭയുടെ നേതാക്കന്മാരുടെ മുമ്പിലോ മറ്റുള്ള വലിയ വിശ്വാസികളുടെ മുമ്പിലോ പേര് പറയത്തക്ക ഒരു ശുശ്രൂഷകന്മാരും എന്റെ കൂട്ടിലില്ല. ഞാൻ ചേർന്ന് നിൽക്കുന്ന എളിയവരോടുകൂടിയാ. എനിക്ക് ഏറ്റവും നല്ലൊരു ദൈവത്തിന്റെ ദാസൻ എനിക്കുണ്ട്. ജോൺസൺ മോഹൻസൻ അല്ലെങ്കിൽ ശമൂൽപ്പെടുത്തന്റെ സഭയിൽ ഒരു ജോൺസൺ പാസ്റ്റർ, എന്റെ സ്വദേശിയ ഒരു എളിയ കർത്താവിന്റെ ദാസൻ. ഞങ്ങൾ ഒരുമിച്ച് സഹകരിക്കും, ഞങ്ങളുടെ വിഷയങ്ങൾ പങ്കുവെക്കും. അങ്ങനെയുള്ള ചെറിയ ദൈവദാസന്മാരെ എനിക്കുള്ളത്. അവ എനിക്കൊരു പാരമ്പര്യമോ അറിവോ കൂട്ടുകെട്ടോ ഒന്നുമില്ല. ഹല്ലേലൂയ. മണിക്കൂർ കണക്കിന് എനിക്ക് ആരുമായിട്ട് ഫോൺ ബന്ധമില്ല, മാസങ്ങളായിട്ട് ആരുമായിട്ട് എനിക്ക് ഫോൺ ബന്ധമില്ല. പക്ഷെ ഞാൻ എല്ലാവരും ബഹുമാനിക്കും. കാരണം ബഹുമാനിച്ചില്ലെങ്കിൽ എന്റെ ദൈവം എന്റെ തലക്കടിക്കും. ഞാൻ ആർക്കും അറിഞ്ഞുകൊണ്ടൊരു വേദന ഉണ്ടാക്കില്ല. അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ഒരു വേദന ഉണ്ടാക്കത്തില്ല. കാരണം എന്റെ നയിക്കുന്നവർക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കും. ഹല്ലേലൂയ. എന്നോട് എന്റെ മേളിലുള്ളവർ പറയുന്നത് ഞാൻ അനുസരിക്കും. അത് പ്രമാണപ്രകാരമാണെങ്കിൽ ഞാൻ അനുസരിക്കും. അത് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു എളിയവനായതുകൊണ്ട് എന്റെ കർത്താവ് എന്നെ ആ ശുശ്രൂഷയിൽ ഇന്ന് നിർത്തിയിരിക്കുകയാണ്. നാളെയും എനിക്ക് അങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് ദൈവത്തോട് ചോദിക്കുന്നത്. എന്റെ ദൈവമേ, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കത്തക്കണം ഒരു ശുശ്രൂഷ ഞാൻ ചോദിച്ചിട്ടില്ല. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ രോഗികൾ എല്ലാവരും മുമ്പിൽ വെച്ച് സൗഖ്യമാക്കണം ഞാൻ ചോദിച്ചിട്ടേ ഇല്ല ദൈവമക്കളെ. ഞാൻ ചോദിച്ചൊരു കൃപയുണ്ട്. കർത്താവേ, ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജനത്തിന് കൊടുക്കേണ്ടുന്ന ദൂത് എന്റെ നാവിൽ തരണമെന്നുള്ളൊരു കൃപ ഞാൻ പണ്ട് മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ഞാനത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കേൾവി, എന്റെ വചനം കേൾക്കുന്ന ജീവിതങ്ങൾക്ക് ആ വചനം ഒരു ആശ്വാസമാകണമേ. ഭാവികൾക്ക് അതിന് മാനസാന്തരത്തിന് ഹേതുവാക്കണമേ. കർത്താവിൽ നിന്നെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് നിന്റെ വചനത്തിന്റെ ഒരു ശുശ്രൂഷകനാക്കി എന്റെ ദൈവത്തിന്റെ സഭകളിൽ എന്നെ നിർത്തണമെന്ന് ഞാൻ ദൈവത്തോട് ഒറ്റ കാര്യമേ ചോദിച്ചിട്ടുള്ളൂ. അതെന്റെ ദൈവം നൽകുന്നതിനെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് പറയട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. നീ ചോദിക്കുന്നതല്ല ദൈവം നിനക്ക് തരുന്നത്. ഹല്ലേലൂയ. ഞാൻ മനുഷ്യനാണ്, ഞാൻ ജഡത്തിൽ ജീവിക്കുന്നവനാണ്. എന്റെ കണ്ണിന് കാഴ്ചകളുണ്ട്. ഹല്ലേലൂയ. എന്റെ കൈകാലുകൾക്ക് വികാരങ്ങളുണ്ട്, എന്റെ ശരീരത്തിന് വികാരങ്ങളുണ്ട്. പക്ഷേ ദൈവം ഈ ജഡത്തെ തോൽപ്പിച്ച് ജഡത്തെ അമർത്തി ഞാൻ ആരാണ് എന്ന് ഒരു ബോധ്യം ദൈവത്തിന്റെ ആത്മാവ് ദിനംതോറും എനിക്ക് തരുന്നത് കൊണ്ട് ഇന്ന് വരെ ശത്രുവിന്റെ മുമ്പിൽ പരാജയപ്പെടുവാനിടവരാതെ, ഒരുപക്ഷെ പരാജയങ്ങൾ കടന്നു വന്നാലും നിമിഷങ്ങൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ ആ ജീവിതവുമായിട്ട് നിരപ്പ് പ്രാപിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ വചനം ശുശ്രൂഷിക്കുവാൻ എന്റെ ദൈവം ഇന്ന് രാത്രിയിലും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി എന്റെ ദൈവമക്കളുടെ താഴ്മയായി പറയട്ടെ, നീ ചോദിക്കുന്നതല്ല ദൈവം നിനക്ക് തരാൻ പോകുന്നത്, അതിനപ്പുറം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി എന്റെ ദൈവം നമ്മളെ നിറയ്ക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അല്ലെങ്കിൽ വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ പലപ്പോഴും എന്നെ ഫോൺ ചെയ്ത് പറയുമ്പോൾ, എന്റെ മുമ്പിൽ കടന്നു വന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ആഴ്ചകളും അത് തന്നെ പറയുവാനുണ്ട് വന്നു, ദൈവത്തിന്റെ ദാസനെ ഈ ശുശ്രൂഷ എനിക്ക് വേണ്ടിയായിരുന്നു. അവ എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തു. അങ്ങ് വളരെ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചില്ലേ? എന്റെ പിഞ്ചു കുഞ്ഞിനെ എന്റെ ദൈവം മരണത്തിൽ നിന്ന് വിടുവിച്ചു. എടഞ്ഞു പോകുന്ന ഇടജന്തുവിനെ, പാമ്പിനെ പിഞ്ചു കുഞ്ഞ് കരത്തിലെടുത്ത് പിടിച്ചിരിക്കുകയാ. വെല്ലുവെച്ച് വന്ന് നോക്കുന്നു. മാതാപിതാക്കൾ ഈ രാജ്യത്ത് വെല്ലുവെച്ച്
വന്ന് നാമെ കുഞ്ഞിന്റെ സംരക്ഷണം നാമെ ഏറ്റെടുത്ത വല്യമ്മച്ചി വന്ന് നോക്കുമ്പോൾ ഇഴഞ്ഞു പോകുന്ന ജീവനുള്ള പാമ്പനെ പിടിച്ചുകൊണ്ട് കുഞ്ഞി നിൽക്കുകയാ. ഹല്ലേലൂയ. എന്നാൽ അതിനു മുൻപേ പ്രിയ സഹോദരി ഉപവാസ പ്രാർത്ഥന വന്നപ്പോൾ ഒരു ദൂത് തന്റെ ഹൃദയത്തിൽ സമാലിൽ ഇങ്ങനെ സ്പർശിച്ചത്, ആമേ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളണം, നാട്ടിലുള്ള തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണം. പ്രവചനമോ വെളിപ്പാടോ ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ദൈവം തക്ക സമയത്ത് ആമേ പ്രാർത്ഥിച്ചു വരുന്ന ജനത്തിന്റെ ഹൃദയത്തിന്റെ വാഞ്ചയും ആഗ്രഹം പറഞ്ഞ് നാവിന്മേൽ വചനം തരുന്നു. അതൊരു പൊട്ടനെ പോലെ വിളിച്ചു പറയുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ദൈവം അത്ഭുതകരമായ കുഞ്ഞിനെ വിടിവിക്കുവാൻ തൊക്കണകടയായി. അല്ലെങ്കിൽ ഒരു വിലാപത്തിന്റെ വാർത്ത നാട്ടിൽ നിന്ന് നമ്മുടെ സഭ കേട്ടേനെ. അവൻ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു? അങ്ങനെ ഒരുപാട് ഉദാഹരണമുണ്ട്. അല്ലെങ്കിൽ അനേക ദൈവമക്കൾ വന്നത് പറയുമ്പോൾ അവൻ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നും കൂടെ താഴാറുണ്ട്. ദൈവം ഒരു യോഗ്യതയില്ലാത്ത എന്നെ മനുഷ്യരെ അല്ലെങ്കിൽ ആത്മാക്കളെ പിടിപ്പിക്കുന്ന ആ ശ്രേഷ്ഠകരമായ ഒരു ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചതിനാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നുവെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്താറുണ്ട്. എന്നാൽ മറുപുറമുണ്ട് ദൈവമക്കളെ, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ, ഞാനൊരു ജോലിക്കായിരുന്നെങ്കിൽ, ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശമ്പളം വാങ്ങിക്കുന്ന ഒരു യുവാവായിരുന്നെങ്കിൽ ഒരൊറ്റ മനുഷ്യനെയും എനിക്ക് കൂസാനുണ്ടായിരുന്നു. ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ പണമുണ്ടാക്കുന്നു, ഞാൻ എന്റെ കുടുംബത്തെ പുലർത്തുന്നു, നീ ആരാ ചോദിപ്പാൻ? മുഖത്ത് നോക്കി ചോദിക്കാം. പക്ഷെ എന്റെ ദൈവം പറഞ്ഞു, കർത്താവിന്റെ വചനം നിന്റെ കയ്യിൽ എടുത്തത് കൊണ്ട്, ഈ വചനം കൊണ്ടാ നീ ഉപജീവിക്കുന്നത്. പൗലോസ് പറയുന്നത് പോലെ വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. വേല ചെയ്യുന്നവർക്ക് നമ്മൾ കാണിക്കുന്ന ഔദാര്യമല്ല ദാനം കൊടുക്കുക എന്ന് പറയുന്നത്. പകരം സ്വർഗീയ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ചെയ്യുവാൻ തൊഴിൽ വിട്ട്, അവൻ വിദ്യാഭ്യാസത്തിൻ്റെതായ ശ്രേഷ്ഠതകൾ വിട്ട്, ദൈവത്തിന്റെ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ജീവിതങ്ങളെ ഒരുക്കുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടി അവന്റെ കരത്തിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു ഉപകരണമായി 24 മണിക്കൂറിന്റെ ഏത് സമയവും എന്റെ യേശു തമ്പുരാൻ ആവശ്യപ്പെട്ടാലും അവൈലബിൾ ആയിരിക്കുന്ന ഒരു ശുശ്രൂഷകനായി തീരുവാൻ, അല്ലെങ്കിൽ പാർട്ട് ടൈം ശുശ്രൂഷകനായി ചെയ്യാം. അതിൻ്റെതായ മാന്യത മനുഷ്യന്റെ മുമ്പിലുണ്ട്. പക്ഷെ ഏത് സമയം ദൈവാത്മാവ് ഒരു ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞാലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും അവൈലബിൾ ആകുന്ന ഒരു പൂർണ്ണസമയ ശുശ്രൂഷകനായി സമർപ്പിക്കപ്പെട്ടത് നിമിത്തം എന്ത് നിന്നയോ, എന്ത് ഭാരമോ, എന്ത് ദുഷികളോ കടന്നു വന്നാലും അവൻ ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ നിനക്ക് വേണ്ടിയല്ലത് സഹിക്കുന്നത്, നീ എനിക്ക് വേണ്ടിയ. കാരണം എന്ത്? നീ ചെയ്യുന്ന വേല അവൻ എന്റെ വേലയാ. മനുഷ്യരെ പിടിക്കുന്ന മിനിസ്ട്രിയാ നീ ചെയ്യുന്നത്. അല്ലെങ്കിൽ നീ ചെയ്താൽ മതി, അതിന് വേണ്ടുന്ന കൃപ നൽകി തരുവാൻ ഞാൻ വിശ്വസ്തനെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കർത്താവിനെ നമ്മളെ ഉറപ്പിച്ചു നടത്തുകയാണ്. അവൻ ഇന്ന് രാത്രി ഞാൻ ശക്തമായി ദൈവസഭയോട് പറയട്ടെ, ദൈവമക്കളെ, ദൈവത്തോട് ഈ ദിനങ്ങളിൽ ആ ജ്ഞാനം ചോദിച്ചു വാങ്ങിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അവൻ നിനക്ക് കടലിനെ കുറിച്ചുള്ള അറിവേ ഉള്ളൂ, മീൻ പിടിക്കാനുള്ള അറിവേ ഉള്ളൂ, കടലിന്റെ ആഴത്തെ കുറിച്ച് നിനക്ക് അറിയത്തുള്ളൂ. മാനം ചുവന്ന് കണ്ടാലും കറുത്ത് കണ്ടാലും അവൻ മീനിന്റെ പെരുപ്പം ഏത് ദിക്കിലാണ് വെളിപ്പെടുന്നെന്ന് നിനക്ക് അറിയുവാൻ കഴിയും, നിനക്ക് അതേ അറിയത്തുള്ളൂ. പക്ഷെ ശീമോനെ, നീ ഇതുവരെയും അറിയാത്ത ഒരു ജ്ഞാനത്തിലേക്ക് ഞാൻ നിന്നെ കരം പിടിച്ച് കയറ്റുവാൻ പോവുകയാണ്. ഇതുവരെ നീ സംസാരിക്കാത്ത വാക്കുകൾ, അഭിഷേകത്തിന്റെ വാക്കുകൾ ഞാൻ നിന്റെ നാവിന്മേൽ തരുവാൻ പോവുകയാണ്. ഇതുവരെ നീ മത്സ്യത്തെ പിടിച്ചിട്ടുള്ളതായ ഹല്ലേലൂയ പ്രവർത്തനമായിരുന്നെങ്കിൽ അവൻ ആത്മാക്കളെ, മനുഷ്യരെ പിടിക്കുവാനുള്ള ഒരു ശുശ്രൂഷ എന്റെ ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിക്കുകയാണ്. ശീമോൻ അതിനുവേണ്ടി ഒരു വിളിയാ കേട്ടത്. കമ്മിറ്റി മെമ്പേഴ്സ്, WMCCA, പുത്രികാ സംഘടന, സൺഡേ സ്കൂൾ അധ്യാപകരെ, സ്തോത്രം. ഒരു ഭയങ്കര ശുശ്രൂഷ ദൈവം നിങ്ങളെ എന്നെ ഏൽപ്പിച്ചേക്കുന്നു. നമ്മളൊരു ടീമായിട്ട് ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു ദൗത്യമായി ഏറ്റെടുത്തേക്കുന്നത്. ഭയങ്കര ഒരു ദൗത്യമാണ്. അല്ലെങ്കിൽ ദൈവസഭ എന്നെ തെരഞ്ഞെടുക്കണമെങ്കിൽ, ദൈവത്തിന്റെ സഭ നിങ്ങളെ തെരഞ്ഞെടുക്കണമെങ്കിൽ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് സഭയിലുള്ള ഓരോ ഹൃദയങ്ങളോടും ഇടപെട്ടിട്ടുണ്ട് വചനത്തിന്റെ തെളിവും പ്രകാരം. കാരണം നിങ്ങൾ തന്നെ ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യവും വിശ്വാസമുള്ള
ഹല്ലേലൂയ. സഹോദരങ്ങളെ, നിങ്ങളുടെ ഇടയിൽ നിന്നും നിങ്ങൾ തെരഞ്ഞെടുത്തുകൊള്ളുവീൻ എന്നുള്ള ആഹ്വാനം ശിഷ്യന്മാർ കൊടുത്തു കഴിഞ്ഞപ്പോൾ, അപ്പോസ്തലന്മാർ കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഉടനടി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സ്തോത്രം. യോഗ്യന്മാരായവരുടെ പേര് ചീട്ടിൽ എഴുതി. സ്തോത്രം. അവിടെ ഒറ്റ ഫോൺ വിളികൾ നടന്നില്ല ദൈവമക്കളെ, അവിടെ ഒറ്റ സ്വാധീനങ്ങൾ നടന്നില്ല. അദ്ദേഹം വെളുത്തയാണോ കറുത്തയാണോ അല്ലെങ്കിൽ ഒന്നും നോക്കിയില്ല. സഭ നോക്കിയത് എന്താണെന്നറിയാമോ? ഇദ്ദേഹം ദൈവസഭയിൽ ആത്മാക്കളെ നേടുവാൻ, ആത്മാക്കളെ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ പ്രാപ്തനാണോ എന്ന ആത്മനിറവിലുള്ള ദൈവസഭ ഒരുമിച്ച് ചിന്തിച്ചത്. അവർ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്തു. 7 സഹോദരങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുവരെയുണ്ട് സഭയുടെ വളർച്ചയെക്കാളിലും സഭ ഭയങ്കര ഒരു വളർച്ചയായിരുന്നു, അല്ലേ? നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് നമുക്ക് ദൈവം സഹായിക്കുന്നെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി ചിന്തിക്കാൻ ദൈവമക്കളെ. ശനിയാഴ്ച ദിവസങ്ങളില് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഭയങ്കര ഒരു വളർച്ചയായിരുന്നു. അപ്പൊ മോശ പറഞ്ഞു, ഈ ജനത്തെ ഞാൻ പ്രസവിച്ചിട്ടുണ്ടോ? ഈ ജനം എന്റെ മുമ്പിൽ പിറുപിറുക്കുന്നു, ഈ ജനം ആഹാരത്തിന് വേണ്ടി എന്നോട് പിറുപിറുക്കുന്നു. ആമേൻ. അവർ പറയുന്നു, എന്റെ ചെവികളൊക്കെ പറയുന്നു, ഇസ്രായേലിലായിരുന്നാൽ മതിയെന്ന്. അവ ഈ ജനം പാപം ചെയ്യുന്നത് കണ്ട് ദൈവവഴി വിട്ടു പോകുന്നത് കണ്ട് ഞാൻ മടുത്തു. മോശ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞത്, മോശ നീ നിന്ന് കൊടുത്താൽ മതി. നിന്റെ ആത്മാവിൽ അവൻ ചിലത് എടുത്ത്, ഒരു ഭാഗമെടുത്ത് ഞാൻ ചില സഹോദരങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ്. നീ ഒറ്റയ്ക്ക് ഇത് ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഒരു ടീമായിട്ട് മോശെ ഈ വരുന്ന 36 ലക്ഷം ജനത്തെ ഈ മരുഭൂമിയിലൂടെ നടത്തി നിത്യകനാത്തിലേക്ക് നയിക്കുവാൻ അവൻ സഹോദരങ്ങളെ ഞാൻ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി സന്ദർഭവശാൽ പറയട്ടെ, ഈ ദൗത്യം ഏറ്റെടുത്ത ഓരോ ദൈവമക്കളും ഓർത്തുകൊള്ളണം, നമ്മൾ എടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ഇതിനകത്തുള്ള ആത്മാക്കളെ അവൻ നിത്യതയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത്. ബാക്കി എല്ലാ സെക്കൻഡറി ദൈവമക്കളെ, ബാക്കി എല്ലാം 3-ാം സ്ഥാനവും 4-ാം സ്ഥാനമേ ഉള്ളൂ. പ്രഥമ സ്ഥാനം എന്തിനാണെന്നറിയാമോ? അവൻ എങ്ങനെയും വല്ല വിധേനയും അവൻ ഈ ആത്മാക്കളെ നമുക്ക് അവിടെ കൊണ്ടെത്തിക്കണം. ഈ കുഞ്ഞുങ്ങളെ നമുക്ക് നിത്യതയിൽ കൊണ്ടെത്തിക്കണം. ആക്ഷൻ സോങ് നല്ലതാ, പാട്ടുകൾ നല്ലതാ, അഭിനയങ്ങൾ നല്ലതാ, കഥാകഥനം നല്ലതാ, ചിത്രീകരണം നല്ലതാ, എല്ലാം അതിൻ്റെതായ ഭാഗത്ത് നിന്ന് നല്ലതാകുമ്പോൾ ഓർത്തുകൊള്ളുക, പരമപ്രധാനമായി കുഞ്ഞുങ്ങളെ നമുക്ക് നിത്യതയിൽ കൊണ്ടെത്തിക്കണം. നമ്മുടെ യുവാക്കന്മാർ ഒന്നുപോലെ തെറ്റിപ്പോകാതെ അവരെ നമുക്ക് നിത്യതയിൽ കൊണ്ടെത്തണം. ദൈവസഭയിൽ കൊണ്ടുവന്ന ദൈവത്തിന്റെ ജനത്തെ, അല്ലേ? നമ്മുടെ സഭയിലേക്ക് ആളുകൾ വന്ന എങ്ങനെ? ആരാ പാസ്റ്റർ എന്ന് നോക്കിയാണ് വന്നേ? അല്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പണക്കാരതിനകത്തുണ്ട്, എത്ര പ്രാഡോ മുതലാളിമാർ അതിനകത്തുണ്ട്. ക്ഷമിക്കണം പ്രാഡോ എന്ന് പറയുന്നത്, കാരണം എന്നെയും കൊണ്ട് നടക്കുന്ന ജോസിന് പ്രാഡോ ദൈവം കൊടുത്തു. സ്തോത്രം. ഇതൊന്നും നോക്കിയല്ല ജനം ഇതിനകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ധാരണയുണ്ടോ ദൈവമക്കളെ? ഇല്ല. ഇതിനകത്ത് ജനം വന്നിരിക്കുന്നത് എനിക്ക് നിത്യതയിലേക്ക് പോകുവാൻ ഇവിടുത്തെ ആരാധന കൊള്ളാം, എനിക്ക് നിത്യതയിലേക്ക് പോകുവാൻ ഒരു കൂട്ടം ദൈവമക്കൾ നല്ല സ്നേഹത്തോടെ സഹകരിക്കുന്നവരുണ്ട്. അവരോട് ചേർന്ന് അവനെ ആരാധിക്കുന്നത് തന്നെ എന്റെ ജീവിതത്തിൽ ഒരു സമാധാനമാ, ഒരു സന്തോഷമാ. ഹല്ലേലൂയ. എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നാൽ ഹല്ലേലൂയ എനിക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ദൈവമക്കളെ ദൈവത്താൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് ദൈവത്തിന്റെ സഭയിലേക്ക് ദൈവമക്കൾ വന്നിരിക്കുന്നത്. എങ്ങനല്ലേ വചനം പറയുന്നത്, ഞാൻ ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ കഴിയുകയില്ല. അങ്ങനെ കടന്നു വന്ന ഈ ദൈവത്തിന്റെ ജനത്തെ നമുക്ക് എവിടെ എത്തിക്കണം? സഹോദരിമാരെ, WC അംഗങ്ങളെ, CA അംഗങ്ങളെ, ഹല്ലേലൂയ ദൈവമക്കളെ, നമുക്ക് എവിടെ എത്തിക്കണം? നിത്യതയിൽ എത്തിക്കണം. അതിലേത് പാർട്ട ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അതങ്ങ് ചെയ്തു കൊള്ളണം. ഈ ദിനങ്ങളിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഒന്നുകൂടെ പറയുന്നു, നിത്യതയിലേക്ക് ജനത്തെ എത്തിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷ ഏതാ? അത് ചെയ്തേക്കണം. അതിന് ഭിന്നമായി 2017 തുടർന്നുള്ള കാലങ്ങളിലോ ദയവ് ചെയ്ത് ദൈവമക്കളെ ഒരു ലക്ഷ്യവും നമുക്ക് ഉണ്ടായിരിക്കരുത്. ഒരാളെ കുടുക്കപ്പെടുത്താനോ
ഒരാളെ തരം താഴ്ത്തി കാണിക്കാനോ, ഒരാളെ ചവിട്ടിത്തേക്കാനോ, ഹല്ലേലൂയ, ഒരാളെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാനോ ഇതൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷ എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും ആത്മീയ കൂട്ടായ്മ, അവസരം വരുന്നെങ്കിൽ ഭൗതിക കൂട്ടായ്മയൊക്കെ ചെയ്ത് ഈ ജനത്തെ നമുക്ക് നിത്യതയിൽ എത്തിക്കണം. അങ്ങനെ ഒരു വലിയ ഒരു ശുശ്രൂഷ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാ. അല്ലെങ്കിൽ ഇത് വിശ്വസ്തയോടെ ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതാകുന്നു, അല്ലേ? ഒരു മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ബെസ്പുർഖാനെ ഒന്നും നമ്മൾ വിശ്വസിക്കാതെ. എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് ഇവിടെ കിടക്കുന്നവരൊക്കെ ചില പൂജകളോ ചില കർമ്മങ്ങളോ ചില നേർച്ച കാഴ്ചകളോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി നരകം, ബെസ്പുർഖാനെ എന്ന് പറഞ്ഞാൽ കുട്ടി നരകമാണ്. അവിടെ നിന്നും ആത്മാക്കളെ നമുക്ക് സ്വർഗത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് വിടാമെന്നൊക്കെയാ കത്തോലിക്കൽ പഠിപ്പിക്കുന്നത്. നമ്മൾ അങ്ങനൊന്നും പഠിപ്പിക്കുന്നുമില്ല, ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുമില്ല. മരിച്ചതിന് ശേഷം ഇവിടെ നടക്കുന്ന ഒരൊറ്റ ഉപവാസ പ്രാർത്ഥനയ്ക്കും ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. മരണത്തിന് ശേഷം ഈ അതുവരെ ഇവൻ ഫിസിക്കലായിട്ടായിരിക്കും മരിച്ചത്. പക്ഷെ മരിച്ചു കഴിഞ്ഞ് മക്കളെല്ലാം കൂടെ ഞാൻ ഒരു അനാഥാലയം നടത്താൻ പോവുകയാണ്, ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കാൻ പോവുകയാണ്, കാരണം എന്റെ അപ്പനെയാണ് സ്വർഗത്തിൽ. ഇല്ലില്ല, ലോകത്തിൽ മനുഷ്യന്റെ ഒരു നീതി പ്രവൃത്തികളും അത് കറപുരണ്ട തുണി പോലെ ഉള്ളൂ. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ, ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നാം ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ. അതിന് തക്കവണ്ണം. ഏതിന് തക്കവണ്ണം? മരണശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നമ്മളെല്ലാവരും അവിടുത്തെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. സകലം ഡേറ്റ് സഹിതം നമുക്കറിയാം, വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ സകല രഹസ്യ സംഭാഷണങ്ങളും, നമ്മുടെ സകല രഹസ്യ ഇടപാടുകളും, അല്ലെങ്കിൽ തെറ്റേറ്റ് പറയാത്ത സകല പാപങ്ങളും എന്റെ കർത്താവ് സ്ക്രീനിൽ എന്ന പോലെ നമ്മുടെ മുമ്പിലൂടെ കാണിക്കും. ആർക്കും അത് ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ സന്നിധി തുറക്കുന്ന 3 പുസ്തകങ്ങളിൽ ഒന്ന് വിശുദ്ധ തിരുവചനം, ഞാൻ കഴിഞ്ഞ ഫ്രൈഡേയിൽ പറഞ്ഞല്ലോ, 2 ഓർമ്മയുടെ പുസ്തകമാണ്. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായി വരും. ഞാനോ നിങ്ങളോ പറയുന്ന ഒരു നിസ്സാര വാക്കായിരിക്കാം ഒരു സഭയെ തകർക്കുന്നത്, ഒരുവന്റെ കുടുംബജീവിതത്തെ തകർക്കുന്നത്, ഒരുവന്റെ ശുശ്രൂഷയെ തകർക്കുന്നത്. നമ്മൾ വളരെ സൂക്ഷ്മതയോടെ സകലതും അറിയുന്ന ദൈവത്തിന്റെ മുമ്പാകെ 2017 നമുക്ക് മുൻപോട്ട് മാർച്ച് ചെയ്യാം. ദൈവമക്കളെ, സെക്കൻഡ് സൂചി പുറകോട്ട് പോകില്ല. മണിക്കൂറിന്റെ സൂചികൾ പുറകോട്ട് പോകില്ല. ഓരോ സെക്കൻഡുകളും മുൻപോട്ട് പോവുക. നാം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാ, കർത്താവിന്റെ വരവിനോട് അടുത്തുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളുക, ഏൽപ്പിക്കപ്പെട്ട താലന്തുകൾ വിശ്വസ്തതയുള്ളത് കൈകാര്യം ചെയ്യാം. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഗൗരവം ഈ ദിനങ്ങളിൽ മനസ്സിലാക്കാൻ മനുഷ്യരെ പിടിക്കുന്ന ശുശ്രൂഷ. മീൻ പിടിക്കാൻ നമുക്ക് അറിവ് മതി, അല്ലേ? സ്തോത്രം. വേറെ എന്തോത്തിനെ പിടിക്കാനും ഏത് ജോലി ചെയ്യാനും നമ്മൾ പഠിച്ച അറിവ് മതി, അല്ലെങ്കിൽ ജന്മസിദ്ധമായ ചില താലന്തുകൾ മതി. പക്ഷെ മനുഷ്യരെ പിടിക്കുവാൻ നമുക്ക് പഠനം കൊണ്ട് കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ കുറെ പുസ്തകങ്ങൾ വായിച്ചാൽ മതിയായിരുന്നു, കുറെ ബൈബിൾ കോളേജിൽ കയറി പഠിച്ചാൽ മതിയായിരുന്നു. ഇതെല്ലാം വെറും റൂട്ട് ലൈൻ മാത്രമാണ്. സ്തോത്രം. ഇത് വെറും ഡയഗ്രാം മാത്രമാണ്. പക്ഷെ ആത്മാക്കളുടെ ശുശ്രൂഷ, ആത്മാക്കളെ പിടിക്കണമെങ്കിൽ, പൈശാചിക ആധിപത്യത്തിൽപ്പെട്ട കുടുംബത്തെ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കണമെന്നുണ്ടെങ്കിൽ, രോഗബന്ധനത്തിൽ കഷ്ടപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവിക രോഗശാന്തി പകരണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ നാവായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അറിവ് പോരാ, ദൈവത്തിന്റെ ആത്മാവിന്റെ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രി അതിന്റെ ഒരു മുഖവര മാത്രമേ നാം ചിന്തിച്ചുള്ളൂ. നമുക്ക് എത്ര പേർക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവം ആ ജ്ഞാനം തരണമേ. ആ ജ്ഞാനം കൊണ്ട് ചില ആത്മാക്കളെ ഈ 2017 ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ പിടിച്ചുവിടെ കൊണ്ടുവരും. ചൂണ്ടയിൽ അകപ്പെട്ട മത്സ്യം പിടഞ്ഞ് ചൂണ്ടയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കുന്നത് പോലെ ഹല്ലേലൂയ പാപത്തിന്റെ മഹാസമുദ്രത്തിൽ അവൻ നീന്തി തുടിച്ച് നിയന്ത്രണമില്ലാതെ, ചുക്കാനില്ലാതെ, കടിഞ്ഞാണില്ലാതെ പോകുന്ന ചില പാപം നിറഞ്ഞ ജീവിതങ്ങളെ, പാപികളെ അവൻ സുവിശേഷത്തിന്റെ ചൂണ്ടയിൽ കുരുക്കി ദൈവത്തിന്റെ സഭയിൽ കൊണ്ടുവരുന്ന ഒരു കാഴ്ച 2017 ഇതിനകത്തിരിക്കുന്ന ചില ദൈവമക്കളിലൂടെ ദൈവം ചെയ്യുമെന്നുള്ളത് ഞാൻ വിശ്വാസ
കണ്ണാൽ കാണുക. ആ ദൂതേറ്റന്റെ കണ്ണുകളെ അടച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ സമയമില്ലല്ലോ. അവൻ നമുക്ക് ഒരുമിച്ച് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ്ട് ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നത് മാത്രമേ എന്റെ നാവിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് രാത്രിയും അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ജ്ഞാനം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പൈതലെ നീ ഏൽപ്പിക്കപ്പെടുകയാണെങ്കിൽ പ്രാർത്ഥിക്കുവാൻ പോലും പരസ്യമായി കഴിയാതെ പ്രാർത്ഥിക്കാൻ നേരത്ത്, പരസ്യമായി പ്രാർത്ഥിക്കാൻ നേരത്ത് ഹാർട്ട് ബീറ്റ് കൂടുക, വിറയൽ കൂടുക, വാക്കുകൾ വിക്കി വിക്കി വെളിയിൽ വരികയാണ്. സുവിശേഷം പറയണമെന്നുണ്ട്. പക്ഷെ ജീവിതങ്ങളുടെ ചില ചോദ്യങ്ങളുടെ മുൻപാകെ മൗനമായിരുന്നു. കർത്താവ്, എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് അറിവില്ല. അവൻ നിന്റെ നാമം പ്രതി എന്റെ തല കുനിയപ്പെടും, ഞാൻ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞ് പലപ്പോഴും ഹല്ലേലൂയ സുവിശേഷം പോലും പറയുവാൻ കഴിയാതെ നമ്മുടെ ധൈര്യം കെടുത്തിക്കളയുന്ന ഒരു അന്ധകാര മണ്ഡലമുണ്ട്. ദൈവത്തിന്റെ പൈതലേ, നിന്റെ മേൽ പത്രോസിന്റെ മേൽ പകർന്ന, ശിഷ്യന്മാരുടെ മേൽ പകർന്ന ഒരു ജ്ഞാനം പകരുവാൻ ഇന്ന് രാത്രി എന്റെ ദൈവം വിശ്വസ്തന. കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ഒരു നിമിഷം നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ഏത് തൊഴിൽ മേഖലകളിലാണെങ്കിലും കർത്താവിന്റെ ശക്തമേറിയ ശുശ്രൂഷ, അല്ലെങ്കിൽ അത് ഗാനങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് താലത്തുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല അഭിനയ പാഠവുമുണ്ട്. ഈ അന്ത്യകാലത്ത് സുവിശേഷീകരണത്തിന് ഏറ്റവും അത്യാവശ്യമാണ് ദൈവമക്കളെ. അല്ലെങ്കിൽ അഭിനവ പാഠവും കൊണ്ട് നിനക്ക് സുവിശേഷം മറ്റുള്ളവരിൽ എത്തിക്കാം. അവൻ തെറ്റായ ഉപദേശവും നിനക്ക് കൊടുക്കാൻ കഴിയും, ശരിയായ ഉപദേശവും ആ താലത്തിലൂടെ കൊടുക്കുവാൻ കഴിയും. സമർപ്പിക്കൂ ദൈവമക്കളെ. നിന്നെയും എന്നെ ദൈവം അപ്രകാരം ഉപയോഗിക്കാൻ പോകുക. വാക്കുകൊണ്ട് വചനത്തിന്റെ സത്യങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിയാത്ത ജാതികളുടെ മുൻപാകെ അവൻ ചില ചിത്രീകരണങ്ങൾ വഴി ആത്മാവ് നിന്നെ അഭിനവ പാഠകം കൊണ്ട് ചില ആത്മാക്കളെ നിത്യതയിലേക്ക് നടത്തുവാൻ ദൈവം ഉപയോഗിക്കുന്നത് മുൻപിൽ കണ്ടുകൊണ്ട് ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോളൂ. നിന്റെ താലന്ത് കുറച്ചതല്ല കേട്ടോ. ഒരു താലന്ത് നിനക്ക് ഉള്ളൂ എന്ന് പറഞ്ഞ് നീ അത് കുഴിച്ചിടാൻ ശ്രമിക്കുമ്പോൾ ഇല്ലില്ല, ഒന്നൊന്ന് വ്യാപാരം ചെയ്തുകൊള്ളൂ. എന്റെ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു. എത്ര പേര് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ട് നീ കീബോർഡ് പഠിക്കുന്നത് വെറുതെയല്ല, ഉപകരണം വായിക്കുന്നത് വെറുതെയല്ല. ദൈവത്തിന്റെ സഭയിൽ മുമ്പിൽ നിന്ന് ആത്മാവിൽ നീ പാടുമ്പോൾ, ആത്മാവിൽ ഉപകരണങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ അഭിഷേകത്തിൽ നിറഞ്ഞ ദാവീദ് കിന്നരം വീട്ടിയപ്പോൾ അതിൽ അവൻ പാട്ടൊന്നും പാടിയില്ല. പക്ഷെ അഭിഷേകം ഉള്ളവൻ ആ ഉപകരണം ഉപയോഗിച്ച് ആ കിന്നരത്തിൽ നിന്നും ആ നാദം അന്ധകാരം ബാധിച്ച ശൗലിന്റെ ചെവിയിലൂടെ അവന്റെ ഹൃദയത്തിൽ കടന്നപ്പോൾ അവനിൽ കുടിയിരുന്ന ആ ബാധ, ആ ഭൂതാത്മാവ് പുറത്തു പോയതുപോലെ നിന്നിൽ ദൈവമേൽപ്പിച്ച താലന്തുകൾ അഭിഷേകത്തോടെ ഈ ദിനങ്ങളിൽ വ്യാപാരം ചെയ്യുകയാണെങ്കിൽ നിന്നെയും മനുഷ്യനെ പിടിക്കുന്ന ഒരു യുവാവാക്കി മാറ്റുവാൻ, ഒരു പൈതലാക്കി മാറ്റുവാൻ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുകയാ. ഏൽപ്പിച്ചുകൊണ്ട് ദൈവമക്കളെ, ബുദ്ധിയെ മറന്നു കളയൂ. ബുദ്ധിയെ മറന്നു കളന്ന് ആത്മാവിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ചില നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. ആത്മാവിൽ ആരാധിച്ചാണ് ദൈവമക്കളെ. ആ അന്യഭാഷയോടെ ചില നിമിഷങ്ങൾ ആരാധിച്ചാണ്. ഒരുപക്ഷെ നിനക്ക് ശുശ്രൂഷയുണ്ടെങ്കിലും അത് വേണ്ടവണ്ണം വ്യാപാരം ചെയ്യാൻ കഴിയാതെ തീർച്ചയില്ലാത്ത ഇരുപായുധം പോലെ, ദുരന്ത പിടിച്ച ഒരു ഇരുപായുധം പോലെ അത് വേണ്ടവണ്ണം നീ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും തീർച്ചയില്ലാത്തത് കൊണ്ട് അതിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാതെ ഒരു പരാതിയെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മീയ ദൂതന്റെ ഉണ്ടാകെ ദൈവത്തിന്റെ പൈതലിനെ ഒന്ന് സമർപ്പിച്ചേ. ഇരുപായുധം ആലയിൽ കൊണ്ടുവന്ന് തീയിലിട്ട് ചൂടാക്കി അതിനെ ആലിയ വായിക്കല മൂർച്ചല അത് ഷാർപ്നെസ് ആക്കുന്നത് പോലെ ഏൽപ്പിച്ചുകൊണ്ട് നിന്നെ ആളുമാറിയവനെ പോലെ നിന്നെ ഏൽപ്പിച്ച താലത്തിൽ വ്യാപാരം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നതിനാണ് ഏൽപ്പിച്ചു കൊടുത്താണ്. യേശുവിന്റെ നാമത്തിൽ കുറിച്ച് അവൻ പുതിയ നിയമത്തിൽ വായിക്കുവാൻ കഴിയുന്നത് പൗലോസ് പറയുന്നു. മുമ്പേ അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു, പക്ഷെ അവൻ ഇപ്പോൾ പ്രയോജനമുള്ളവനാണ്. അവൻ എനിക്കും പ്രയോജനമുള്ളവനാണ്. അതെ, ഓരോ സിമോസിനെ പോലെ പല
സഭയുടെ മൂലയിൽ വന്നിരിക്കുന്ന വിശ്വാസിയായതുകൊണ്ട്. പക്ഷെ കർത്താവ് പറയുന്ന വചനത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുക, ആത്മാവിന്റെ നിറവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക, ആത്മീയ ജ്ഞാനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കൂ. നീ വേക്കന്റ് നികത്തുന്ന ഒരു വിശ്വാസിയല്ല, ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനായി, ദൈവവൈതലായി, ഒരു യുവാവായി, യുവതിയായി, കുഞ്ഞായി ദൈവം തന്നെ ഉപയോഗിക്കുവാൻ പോവുകയാണ്. നീ ആയിരിക്കുന്ന മേഖലകളിൽ നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ മോക്ഷതയും വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. പാടുന്നവനാണെങ്കിൽ നിന്റെ പാട്ടിന്റെ മോക്ഷതയും വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നീ ശുശ്രൂഷിക്കുന്നവനാണെങ്കിൽ അവൻ അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുക. ഈ പുതുവർഷം ദൈവം നിന്നെ ഉപയോഗിക്കുക. നിന്റെ നാവിനെ എന്റെ ദൈവം ഇന്നും രാത്രി സ്പർശിക്കുകയാണ്. അഭിഷേകത്തിലൂടെ ആരാധിച്ചാണ്, അന്യഭാഷയോടെ ആരാധിച്ചാണ്. എന്റെ ദൈവമേ, എന്റെ മുൻപിൽ നിന്നും ഒരു വാക്കുപോലും ഇന്ന് രാത്രി ഞാൻ പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തി പറഞ്ഞ ഈ ദൂതകൾ ഏറ്റെടുക്കുന്ന ജീവിതങ്ങളുടെ ശക്തമായ ഒരു അഭിഷേകം ഇന്ന് രാത്രി പകരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. മാറിപ്പോകട്ടെ, സഭാകമ്പം മാറിപ്പോകട്ടെ, സഭാകമ്പം മാറിപ്പോകട്ടെ. ഒരു മിനിറ്റ് പോലും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുവാൻ കഴിയാതെ പലപ്പെടുത്തി വിചാരിക്കാത്ത വികാരങ്ങൾക്കെതിരെ അടിമപ്പെടുത്തി ശത്രുവിനെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന രംഗങ്ങളിൽ യേശു ക്രിസ്തു എനിക്ക് തന്ന അധികാരം ഉപയോഗിച്ച് ഇന്ന് രാത്രി ജനത്തെ സ്വതന്ത്രമാക്കുകയാണ്. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രി നീ ഞങ്ങൾക്ക് പകർന്ന ദൈവ ശബ്ദത്തിനായി സ്തോത്രം. ഈ ജനം ഇന്നു മുതൽ ആള് മാറിയവരെ പോലെ ദൈവം അവരെ ഉപയോഗിക്കണമേ. ദൈവത്തിലുള്ള ജ്ഞാനം ഇവരുടെ മേൽ പകരണമേ. അപ്പോസ്തലന്മാർ പഠിപ്പും പാണ്ഡിത്യമില്ലാത്തവരും സാധാരണക്കാരുമായിരുന്നു എന്ന് ലോകം സാക്ഷ്യം പറഞ്ഞുവെങ്കിലും അവരുടെ മേൽ ശക്തമേറിയ മനുഷ്യർ ജാതികൾ അതിശയം കൂറുമാറ് ദൈവിക ജ്ഞാനത്തോടെ ഉപയോഗിച്ച ദൈവമേ, ഈ പുതിയ വർഷം ഈ ജനത്തെ നീ ഉപയോഗിക്കണമേ. ഈ CA അംഗങ്ങളെ എല്ലാവരും നീ ഉപയോഗിക്കണമേ. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ, അധ്യാപകരെ നീ ഉപയോഗിക്കണമേ. ദൈവത്തിന്റെ സഭയിലുള്ള ഓരോ സഹോദരി സഹോദരന്മാരെയും ഓരോ ലീഡേഴ്സിനെയും ദൈവം ഏൽപ്പിച്ച ദൗത്യം ഗൗരവമായി ഏറ്റെടുത്ത് ചെയ്യുവാൻ അടിയനെ ഉൾപ്പെടെ, അടിയന്റെ കുടുംബത്തെ ഉൾപ്പെടെ എന്റെ ദൈവം ഉപയോഗിക്കണമേ കർത്താവേ. 2016 കൃപ പോയപ്പോ 2017 എനിക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ഈ സഭ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ശത്രുവിന്റെ തന്ത്രങ്ങൾ ഏശാതെ ഈ ദൈവത്തിന്റെ സഭ നിത്യതയിൽ ചെല്ലുമാറ് ഈ ദിനങ്ങളിൽ ശുശ്രൂഷകളെ ഒക്കെ ദൈവം മാറിച്ചനുഗ്രഹിക്കണമേ. മക്കളുടെ മടക്കയാത്രയിൽ കൂടിയിരിക്കണമേ. ഞങ്ങളുടെ ബലഹീനമായ ജഡത്തിൽ ഞങ്ങൾ ചിന്തിച്ചത്, ഞങ്ങൾ സംസാരിച്ചത്, ഞങ്ങൾ പ്രവർത്തിച്ചത് ഞങ്ങളോട് എന്റെ ദൈവം കണക്കിടല്ലേ. അല്ലെങ്കിൽ ഞങ്ങളോട് ദൈവം കണക്കിടല്ലേ കർത്താവ്. ഞങ്ങൾക്ക് അവിടുത്തെ രാജ്യത്തിൽ വരണം. ഈ ലോകത്തിന്റെ സ്നേഹബന്ധങ്ങൾ മാറും, ഈ ലോകത്തിൻ്റെതായ പ്രതാപങ്ങൾ മാറും, ഈ ലോകത്തിന്റെ മോടിവുകളെല്ലാം മാറിപ്പോകും കർത്താവ്. ഞങ്ങളായിരിക്കുന്ന ഈ ഊറ്റപ്പെടുന്ന ഈ ജഡം പോലും മണ്ണോട് മണ്ണാകും. പക്ഷെ ഉയർപ്പിന്റെ ഒരു ശരീരം ദൈവം ഞങ്ങൾക്ക് തരും. എന്റെ യേശുവിന്റെ ആ തേജസ്സുള്ള ശരീരം അങ്ങേ കാണുന്നത് പോലെ ഞങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടും. ഞങ്ങൾ അറിയുന്ന കർത്താവ് ആ നിത്യത്തിലേക്ക് ഞങ്ങളെ
ഞങ്ങളെ ഒരുമിച്ച് നടത്തിയാട്ട് ഞങ്ങളുടെ മക്കളുടെ വാഹനങ്ങളെ ദൈവം സൂക്ഷിക്കണം, യാത്രയിൽ ദൈവം സൂക്ഷിക്കണം, തുടർന്ന് നടക്കുന്ന കുടിലുകളെ എല്ലാം ദൈവം അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുന്നതാകണമേ. പരിശുദ്ധാത്മാവാത്രിയെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ആസ്വാദകൾ നമ്മോട് നമ്മുടെ മടക്കിയ യാത്രയോട് ഈ ആഴ്ച നടക്കുന്ന നമ്മുടെ എല്ലാ ആത്മീയ കൂടിവരവരോട് കർത്താവിന്റെ വരവോളം ഇരിക്കുമാറാകട്ടെ. ജയം നൽകിയ ദൈവത്തിന്റെ മഹത്വം കൊടുക്കാം.